കേൾക്കണം എന്ന ബോധ്യത്തോടുകൂടി ആവേശത്തോടുകൂടി വീണ്ടും കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചുവെങ്കിൽ ആ ഖുർആനിന്റെ മാസ്മരിക ശക്തി എത്രത്തോളം വലുതാ. ഇന്നും നിങ്ങൾ മക്കയിലേക്ക് പോകുന്നുവെങ്കിൽ അവിടെ ഒരു പള്ളി കാണാം. ആ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ജിന്ന്, ജിന്നുകളുടെ പള്ളി. സൂറത്തുൽ ജിന്ന് അവതരിപ്പിച്ചത് അവിടെ വെച്ചാണ്. പരിശുദ്ധ പ്രവാചകൻ ആ പള്ളിയുടെ മിഹ്റാബിൽ ഇരുന്നു കൊണ്ട് ഖുർആനിന്റെ വചനങ്ങൾ ഓതുമ്പോ ജിന്നുകളുടെ ഒരു സംഘത്തെ തന്നെ അല്ലാഹു നബി തങ്ങളുടെ ഹദറത്തിലേക്ക് നിയോഗിക്കുകയാ. വഇദ് സറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്ന് യസ്തമിഊനൽ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ കേൾക്കുന്നതിനു വേണ്ടി നബിയെ അവിടുത്തെ സദസ്സിലേക്ക് ജിന്നുകളുടെ ഒരു കൂട്ടത്തെ നാം നിയോഗിച്ചപ്പോൾ അവർ ഖുർആൻ കേൾക്കുകയാണ്, ഖുർആൻ കേൾക്കുന്നവരാണ്. ഖുർആൻ കേൾക്കാനുള്ള താല്പര്യത്തോടെ അവിടുത്തെ സദസ്സിലേക്ക് വന്നപ്പോൾ പരിശുദ്ധ ഖുർആൻ ഓതപ്പെടുന്ന സദസ്സിൽ അവർ സന്നിഹിതരായപ്പോ ഖാലൂ അവർ പറഞ്ഞു അത്രേ ആസിതൂ ചർച്ച ചെയ്യപ്പെടുന്ന സദസ്സിൽ നിങ്ങൾ ശാന്തരായിരിക്കണമേ, സശ്രദ്ധം ശ്രവിക്കണമേ, അടങ്ങിയിരിക്കണമേ, മര്യാദയോടെ കഴിയണമേ. ജിന്നുകൾ പോലും ഖുർആനിന്റെ മാസ്മരിക ശക്തി കേട്ടിട്ട് ജിന്നുകൾ അവിടുത്തെ നേതാക്കന്മാർ മറ്റുള്ള ജിന്നുകളുടെ അനുയായികളോട് പറയുകയാണ്, നിങ്ങൾ സമാധാനത്തോടിരുന്ന് ഈ ഖുർആൻ കേൾക്കണമേ. ഖാലൂ അൻസിതൂ ഫലമ്മാ ഖുളിയ വല്ലൗ ഇലാ ഖൗമിഹിം ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സദസ്സിലിരുന്ന് ഖുർആൻ കേട്ടിട്ടവർ മടങ്ങിപ്പോയപ്പോ, തന്റെ ഭവനങ്ങളിലേക്ക് തന്റെ സങ്കേതങ്ങളിലേക്ക് അവർ മടങ്ങിപ്പോയപ്പോൾ അവർ ഓരോരുത്തരും താക്കീതുകാരായിട്ടാണ് മടങ്ങിപ്പോയത്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ജിന്ന് വർഗത്തിനും മനുഷ്യവർഗത്തിനും നേതാവല്ലയോ? ഹബീബായ തങ്ങൾ പറഞ്ഞ ഓരോ വാക്കുകളും വചനങ്ങളും ജിന്ന് വർഗങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുകയാണ്, പരസ്പരം പറഞ്ഞു കൊടുക്കുകയാണ്, പ്രബോധനം ചെയ്യുകയാണ്. ഖാലൂ യാ ഖൗമനാ ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസാ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി യഹ്ദി ഇലൽ ഹഖ് വ ഇലാ സിറാത്തിൻ